ഹദീസ് വേണ്ട ഖുർആൻ മതി എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നം എന്താ പറയുക? ഹദീസും ഖുർആനും നമുക്ക് കിട്ടിയത് ഒരേ സ്രോതസ്സിലുമാണെന്നുള്ളതാണ്. റസൂലുള്ളാഹിക്ക് ഖുർആൻ അറിഞ്ഞത് ആരാ കണ്ടത്? ജിബ്രീലിനെ കണ്ടവരാരും ഇല്ലല്ലോ. ജിബ്രീലിന്റെ ശബ്ദം കേട്ടില്ലല്ലോ, വീഡിയോ ഇല്ലല്ലോ. ഖുർആൻ പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തന്ന ആളുകൾ തന്നെയാണ് ഹദീസും കൈമാറിയത്. ഹദീസിന്റെ സ്രോതസ് വേറെ, ഖുർആന്റെ സ്രോതസ് വേറെയല്ല. ഖുർആൻ നമുക്ക് ഓതി തന്നതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാമമാണ്, അല്ലാഹുവിന്റെ നാമല്ല. നമ്മൾ കേട്ടത് അല്ലാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഖുർആൻ ഓതി തന്നത് മുഹമ്മദ് റസൂലുള്ളാഹി ഖുർആൻ ഓതി എന്ന് നമ്മളോട് പറഞ്ഞു തന്നത് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്തു, സമ്മതിച്ചു എന്ന് പറഞ്ഞു തന്ന അതേ ആളുകളാണ്. ഒരേ സ്രോതസ്സിൽ നിന്ന് ഒന്നിനെ സ്വീകരിക്കുന്ന മറ്റൊന്നിനെ തടഞ്ഞു പറഞ്ഞത് ചെയ്യാം. അത് ലോജിക്കലി ഓക്കെ അല്ലേ? ഞങ്ങൾക്ക് ഖുർആൻ മതി, ഹദീസ് വേണ്ട എന്ന് പറയുമ്പോൾ ഖുർആന് മാത്രം ഹദീസിനേക്കാൾ എന്ത് ആധികാരികതയാണ് ഉള്ളത്? അവർ പറയുന്ന ന്യായം അനുസരിച്ചുകൊണ്ട് ഖുർആനിന് ഹദീസിനേക്കാൾ എന്ത് ആധികാരികതയാണ് കൂടുതലുള്ളത്? നിങ്ങളോ ആരെങ്കിലും സംശയമുള്ള ആരാളുണ്ടെങ്കിൽ ആ ആളോട് ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുക. വൈകാരികമാവരുത്, വിഷയം ചർച്ച ചെയ്യും. ഖുർആനിനേക്കാൾ എന്താണ് ഹദീസ്? തിരിച്ച് ഹദീസിനേക്കാൾ എന്താ ആധികാരികതയാണ് ഖുർആനുള്ളത്? നമുക്ക് കിട്ടിയ കൈമാറ്റ ശൃംഖല പരിശോധിക്കുകയാണെങ്കിൽ രണ്ടിനും ഒരേ ആധികാരികത. രണ്ടും ഒരു കേന്ദ്രത്തിൽ നിന്ന്, ഒരു ചങ്ങലയിൽ നിന്ന് കിട്ടിയതാണ്. രണ്ടിന്റെയും അറ്റം പോയി മുട്ടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി വെറുതെ പറയുക. ഇപ്പൊ ഖുർആൻ നമുക്ക് എങ്ങനെ കിട്ടിയാണ്? ചിലര് പറയും നിങ്ങൾ ഖുർആൻ മാത്രം അംഗീകരിക്കുള്ളൂ. അത് എന്റെ വിഷയം കൊണ്ടൊക്കെ ഈ CH റിലേറ്റഡ് ആയിട്ടാണ് പോയത്. ഓക്കെ, ഖുർആനുള്ളത് മാത്രം അംഗീകരിക്കാം, അതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇതന്നെയാണ് ഖുർആൻ. എന്താ തെളിവ്? ഇതൊരു ചെറിയ വിഷയമല്ല, പലരും എന്തൊക്കെയോ വിചാരിച്ചിരിക്കുന്നു. ഈ തട്ടിലുള്ള, ഈ അലമാരയിലുള്ള, ഈ ഫോണിലുള്ള ഇത് തന്നെയാണ് ഖുർആൻ. എന്താ തെളിവ്? ഖുർആൻ ഉണ്ടെന്നത് ഓക്കെ, അംഗീകരിക്കുന്നു. പക്ഷെ ഈ പുസ്തകമാണ്, മുസ്ഹഫാണ് ഖുർആൻ എന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോ നോർമലി ആർക്കും പറയാനുണ്ടാവുക ഇതാണ്, ഖുർആനിലുണ്ടല്ലോ ഇൻകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി. ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവന്നുണ്ടല്ലോ, ആരും കൊണ്ടുവന്നില്ലല്ലോ. അതൊക്കെ സിമ്പിൾ ആയിട്ട് മറികടക്കാവുന്ന ചോദ്യമല്ലേ. അത് ഖുർആനിലുണ്ടെന്ന് എന്താ തെളിവ്? അത് സൗദിയിലെ പ്രിന്റിൽ ആരോ അച്ചടിക്കാരൻ കൂട്ടിക്കൊടുത്ത ആയതാണെങ്കിലും അതൊരു തെളിവൊന്നുമില്ല. അപ്പൊ പിന്നെ തുർക്കിയുടെ തോപ്കാപ്പി മ്യൂസിയത്തിൽ ഒരു മുസാഫ് ഉണ്ട്, എന്താ ഉസ്മാൻ ഖാന്റെ ബ്ലഡ് ഉണ്ടത്. അപ്പൊ അതിൽ ആർക്കിയോളജിക്കൽ സർവേക്കാരെ കാർബൺ ഡേറ്റിംഗ് നടത്തി ലണ്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി. അതിന്റെ കാലപ്പഴക്കം കണക്കാക്കിയപ്പോ ആ കടലാസിനും അതിലുള്ള മഷിക്കും ഏകദേശം പ്രവാചകന്റെ കാലാണ് മഷി, ഉസ്മാൻ ഖാന്റെ കാലാണ് മഷി, പ്രവാചകന്റെ കാലത്തിന് തൊട്ട് മുമ്പാണ് അതിന്റെ പേജ്. അപ്പൊ അതൊക്കെ ഏകദേശം ഒത്തു വരുന്നുണ്ട്. അതാണ് എന്തിന്റെ തെളിവ്? അതാണ് എന്തിന്റെ തെളിവ് പറഞ്ഞു? ഇതാണ് ഖുർആൻ എന്നുള്ളതിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേക്കാരാരാ? ക്രിസ്ത്യൻസ്, ജൂതന്മാര്. നാടൻ ഭാഷയിൽ പറഞ്ഞാല് വെള്ളിയാഴ്ചയും വലിയൊരുനാളും വല്യപ്പാനാളും ഒന്നിച്ചു വന്നാലും പടിഞ്ഞാറോട്ട് ഉന്തിയിട്ടാലും തിരിയാത്തവര്, ഇസ്ലാമിൽ വിശ്വാസം ഇല്ലാത്തവര്, അള്ളാഹിൽ വിശ്വസിക്കാത്തവര്, ഇസ്ലാം തെറ്റാന്ന് പറയുന്നവര്. അപ്പൊ ഇസ്ലാം തെറ്റാണെന്ന് പറയുന്നവരാണ് കുറെ ആളുകൾക്ക് എന്തിന്റെ തെളിവ്? ഖുർആൻ ശരിയാണെന്നതിന്റെ തെളിവ്. ആലോചിച്ച അവസ്ഥ, ഇസ്ലാം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിറ്റിയാണ് ശരി, യഹൂദ മതമാണ് ശരി, മതമില്ലായ്മയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആർക്കിയോളജിക്കൽ സർവേക്കാരാണ് ഖുർആൻ മാത്രവാദികൾക്ക് ഇത് ഖുർആനാണ് എന്നുള്ളതിന്റെ തെളിവ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തോ ഒരവസ്ഥയാണ്.
പറയുന്ന ആർക്കിയോളജിക്കൽ സർവേക്കാരാണ് ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നുള്ള വാദമൊക്കെ എന്തൊരബദ്ധമാണ്. നമ്മളതൊന്നുമല്ല ഖുർആനിലെ തെളിവായിട്ട് പറയുന്നത്. മ്യൂസിയത്തിലെ മുസ്ഹഫിലെ ബ്ലഡിന്റെയും അല്ലെങ്കിൽ അതിന്റെ പേജിന്റെയും ഖുർആൻ എഴുതിയ മഷിയുടെയും കാലപ്പഴക്കൊന്നുമല്ല. ഈ ആയത്തൊന്നും അല്ല തെളിവ്. നമ്മുടെ തെളിവ് നാം മദ്രസയിൽ 6ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ എത്തിയപ്പോ മദ്രസയിൽ ഏതോ ഒരു ഇബ്രാഹിം ഉസ്താദ്, സൈദലി ഉസ്താദ്, അബ്ദുൽ ഉസ്താദ് പറഞ്ഞതാണ്, മോനെ നാളെ മദ്രസയിൽ വരുമ്പോ നീ മുസ്ഹഫ് കൊണ്ടുവരണം, ഖുർആൻ കൊണ്ടുവരണം. ഇത്ര തെളിവുള്ളൂ. നമ്മൾ വീട്ടിൽ പോയി എന്നിട്ട് പറഞ്ഞു, നാളെ മദ്രസയിൽ കേൾക്കണമെങ്കിൽ ഖുർആൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയില്ല എന്താണ് സാധനം. അപ്പൊ ഉമ്മ ഉപ്പ കട്ടിൽ നിന്ന് മനോഹരമായ പുസ്തകം എടുത്താന്നു. ഈ ഭാഗത്ത് മറിക്കുമ്പോഴും മനോഹരമായ പൂക്കൾ, ആ ഭാഗത്ത് മറിക്കുമ്പോഴും മനോഹരമായ പൂക്കൾ. മണത്ത് നോക്കുമ്പോ നല്ല മണം. ഉമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, ഇതാണ് മോനെ മോളെ മുസ്ഹഫ്. ഇത് കലണ്ടർ കൊണ്ട് പൊതിയരുത്, ഇതിന്റെ മോളിൽ കാഞ്ഞു കൂട്ടരുത്, സ്കൂളിലെ പുസ്തകം നമ്മളിൽ വെക്കരുത്, ഈ പുസ്തകം ഉയർത്തി പിടിക്കണം. നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല. മ്യൂസിയത്തിൽ പോയില്ല, യൂട്യൂബ് ഒന്നും വന്നിട്ടുമില്ല, ഒന്നുമില്ല. മദ്രസയിൽ പോയി ഉസ്താദ് പറഞ്ഞു, 1ാം പീരീഡ് തന്നെ മുസ്ഹഫ് കൊണ്ടുവരുന്നൊക്കെ നിൽക്ക്. മുസ്ഹഫ് കൊണ്ടുവന്നവര്, ഖുർആൻ കൊണ്ടുവന്നവര് ഇരുന്നാ മതി. നമ്മളൊക്കെ അമർന്നവിടെ